ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ടാണ് ലോകം ആചരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇലാജ് ഹൈറിറ്റേജ് ഹോസ്പിറ്റൽ നമ്മുടെ PMR ഡിപ്പാർട്ട്മെന്റ് ഏപ്രിൽ 2 മുതൽ 1 വീക്ക് ഏപ്രിൽ 8 തീയതി വരെ ഒരു സൗജന്യ കൺസൾട്ടേഷനും അതുപോലെ തന്നെ സൗജന്യ ട്രീറ്റ്മെന്റും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തുടർന്നും ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവർ അവർക്ക് പ്രത്യേക നിരക്കുകളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. ഹായ്, ഞാൻ ഡോക്ടർ ദീപക് ദാനം, ഇലാജ് ഹൈറിറ്റേജ് ഹോസ്പിറ്റലിലെ PMR ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ടാണ് ലോകം ആചരിക്കുന്നത്. അത് മുതിർന്നവരും അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ഒട്ടനേകം പേർ ഓട്ടിസം ബാധിച്ച് നിൽക്കുന്നുണ്ട്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ വരുന്ന ഒരു ഡാമേജസ്, അതായത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിൽ വരുന്ന ഒരു ഡാമേജസ് കൊണ്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം, അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും. ഓട്ടിസം അവയർനെസ് ഡേ നമ്മൾ ആചരിക്കുന്നത് ഓട്ടിസം ബാധിച്ചവരുടെ ഒരുമിച്ച് നിർത്താനും അതുപോലെ തന്നെ അവർക്കും ഈ സമൂഹത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അറിയിക്കുവാനുമാണ് നമ്മൾ ഈ ഒരു അവയർനെസ് ഡേ, ഓട്ടിസം അവയർനെസ് ഡേ ആചരിക്കുന്നത്. ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിൽ വരുന്ന ഡാമേജസുകൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് മുതലേ ഈ ഒരു ഡാമേജസ് കാണും. പക്ഷേ ചിലവർ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാൻ കുറേ ടൈം എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എത്രയും നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു ഓട്ടിസം ഡിസോർഡർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ അവരുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലോട്ടും അവരുടെ എല്ലാ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളിലോട്ടെല്ലാം അവർക്ക് കറക്റ്റ് ട്രെയിനിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ഓട്ടിസം എന്ന് പറയുന്ന ഒരു അസുഖമല്ല, അതുകൊണ്ട് തന്നെ അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു ഓട്ടിസം ഡിസോർഡറിനെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ട്രെയിനിങ്സ് നല്ല ട്രെയിനിങ്ങുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ആ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഈ ഓട്ടിസം ഡിസോർഡർ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, നമ്മുടെ കുട്ടികളിൽ ഓട്ടിസം ഡിസോർഡർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. 4 പോയിന്റുകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ സ്പീച്ചിൽ വരുന്ന ഡിലേ, അതായത് അവർ നേരിട്ട് സംസാരിക്കാൻ കുറച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടും അവർ സംസാരിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സിംറ്റം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പോയിന്റായിട്ട് നമുക്കതിനെ കണക്കാക്കാം. രണ്ടാമതായിട്ട് അവരുടെ ഐ കോണ്ടാക്ട്, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ അറ്റൻഷൻ വേറെ എവിടേക്കെങ്കിലും പോവുകയോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ പുറത്തോട്ട് എന്തെങ്കിലും വേറൊരു വസ്തുവിലോട്ടോ അങ്ങനെയൊക്കെ അറ്റൻഷൻ മാറിപ്പോകും. അപ്പോൾ അവരുടെ ഐ കോണ്ടാക്ട് നോക്കി അവർ എങ്ങനെയാണ് ഐ കോണ്ടാക്ട് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അതില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്കൊരു ഓട്ടിസ്റ്റിക് ഫീച്ചറാണ് അത് എന്നുള്ളത്. സെക്കൻഡ് വൺ. ദെൻ മൂന്നാമതായിട്ട് പറയാനുള്ളത് അവരുടെ എന്തെങ്കിലും ഒരു ടോയ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിലോട്ട് അവരുടെ അറ്റൻഷൻ കൂടുതലായിട്ട് വരികയും ഒരു ടോയ് മാത്രം അല്ലെങ്കിൽ ഒരു വസ്തു മാത്രം സ്പെസിഫൈ ചെയ്ത് കളിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം അതൊരു ഓട്ടിസ്റ്റിക് ഫീച്ചറാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ കാണാറുണ്ട്, അവർ ഫാൻ ഒരു ആംഗിളിലോട്ട് നോക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആംഗിൾ ചലിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് അവരുടെ അറ്റൻഷൻ മുഴുവനായിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഈ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടിസ്റ്റിക് ഫീച്ചറായിട്ട് അതിനെ കണക്കാക്കാം. നാലാമതായിട്ട് പറയാനുള്ളത് ഒരു അറ്റൻഷൻ്റെ കാര്യം തന്നെയാണ്. നമ്മൾ വിളിക്കുന്ന സമയത്ത്, അതായത് കുട്ടികളെ അവരെ പേര് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇങ്ങോട്ട് വായോ എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലോട്ട് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങൾ, അതാണ് നാലാമത്തെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. സോ ഈ 4 ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ, അതായത് മിനിമം ആണ് 4 ഫീച്ചേഴ്സ് പറഞ്ഞത്, കൂടുതൽ ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും, ഇതിന് കൂടുതലും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 4 ഫീച്ചേഴ്സ് എങ്കിലും കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും, ഇത് ഓട്ടിസം എന്ന് പറയാൻ പറ്റില്ല, നോർമലായിട്ടുള്ള കുട്ടികൾക്കും ഇങ്ങനെ വരാറുണ്ട്, എന്നാൽ തന്നെയും ഓട്ടിസ്റ്റിക് ആണ് എന്നുള്ളൊരു ചെറിയൊരു സിംറ്റമാണ് ഈ 4 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കൺസൾട്ടേഷൻ ഒരു എസ്പെഷ്യൽ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഒക്യുപേഷൻ തെറാപ്പിസ്റ്റോ ഒരു എക്സ്പേർട്ട് കൺസൾട്ടൻറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്ത് നിങ്ങൾ അതിൻ്റെ മുന്നോട്ട് പോവുക. കാരണം നമ്മൾ നേരത്തെ ഏർലിസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് അവരുടെ ഗ്രോത്തിനനുസരിച്ച് അവരുടെ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനനുസരിച്ച് നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇലാജ് ഹൈറിറ്റേജ് ഹോസ്പിറ്റൽ നമ്മുടെ PMR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഏപ്രിൽ 2 മുതൽ 1 വീക്ക് ഒരു ഏപ്രിൽ 8 തീയതി വരെ ഒരു സൗജന്യ കൺസൾട്ടേഷനും അതുപോലെ തന്നെ സൗജന്യ ട്രീറ്റ്മെൻറ്റും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് കൺസൾട്ട് ചെയ്യുന്നതും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതുമാണ്. തുടർന്നും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് 1 വീക്ക് കഴിഞ്ഞിട്ട് തുടർന്നും ട്രീറ്റ്മെൻറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രത്യേക നിരക്കുകളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു ക്യാമ്പിൻ്റെ ഭാഗമാവുക. താങ്ക് യു വെരി മച്ച്.